ഇത് കുടുംബശ്രീ ജില്ലാ മിഷൻ്റെയും കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ 2009-10 വർഷത്തിൽ തുടങ്ങിയതാണ് സഫലം വനിതാ കശുവണ്ടി സംസ്കരണ സമിതി. ഇതിൽ നമ്മൾ ഈ കാസർഗോഡ് ജില്ലയിൽ 11 പഞ്ചായത്തിലായിട്ട് ഇതിൻ്റെ പ്രവർത്തനം നടക്കുന്നുണ്ട്. മറ്റ് 10 പഞ്ചായത്തിൽ ഇതിൻ്റെ പ്രോസസ്സിംഗ് യൂണിറ്റും ഇവിടെ ചട്ടഞ്ചാല് മെയിൻ യൂണിറ്റായ ഗ്രേഡിങ്ങും പാക്കിങ്ങും സെയിൽസും നടക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ സാധാരണ കർഷകരുടെ അടുത്തുനിന്നും കടയിൽ നിന്നാണ് ഈ തോട്ടണ്ടി സംഭരിക്കുന്നത്. അത് യൂണിറ്റാണ് ഇതിൻ്റെ കശുവണ്ടി സംഭരിച്ചിട്ട് പ്രോസസ്സിങ് നടത്തിയിട്ട് അവിടുന്ന് ഒരു 10 തരം ഗ്രേഡാക്കി മാറ്റിയതിന് ശേഷം ഇവിടത്തേക്ക് എത്തിക്കുന്നു. ഇവിടുന്ന് വീണ്ടും അത് 21 തരം ഗ്രേഡാക്കി മാറ്റുന്നു. അതിന് ഓരോ ഗ്രേഡിനും ഓരോ വിലയാണ്. ഫസ്റ്റ് ക്വാളിറ്റിയായ 180ക്ക് 1400 രൂപയോളം വിലയുണ്ട് ഹോൾസെയിലായിട്ട്. ഏറ്റവും മോശം ഗ്രേഡിന് 350 രൂപയും വിലയുണ്ട് മാർക്കറ്റിൽ. നമ്മളിപ്പോൾ മൊത്തം കേരളത്തിൽ എല്ലാ ജില്ലകളിലും വിൽപ്പന നടത്തുന്നുണ്ട്. ഇതിൻ്റെ ഫണ്ട് കാര്യങ്ങളെല്ലാം നമുക്ക് ത്രിതല പഞ്ചായത്ത് മുഖാന്തരമാണ് തുടക്കത്തിൽ നമുക്ക് ഇതിൻ്റെ മെഷീനറി വാങ്ങാനും മറ്റുമായിട്ട് ലഭിച്ചത്. പിന്നെ ഓരോ വർഷം നമ്മൾ ലോൺ എടുത്തിട്ടുമാണ് കശുവണ്ടി കൂടുതൽ സംഭരിക്കുന്നത്. നമുക്ക് തുടക്കത്തിൽ കശുവണ്ടി വാങ്ങുമ്പോൾ 45 രൂപ മാത്രമാണ് തോട്ടണ്ടിക്ക് വിലയുണ്ടായിരുന്നത്. ഇപ്പോൾ 125 രൂപയോളം വില വർദ്ധിച്ചിട്ടുണ്ട്. നമുക്ക് തുടക്കത്തിൽ ഇതിന് ശമ്പളമായിട്ട് കിട്ടിയിരുന്നത് 80 രൂപ ആണ് തുടക്കത്തിൽ 2009 ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഒരു 340 രൂപ ഒരു ദിവസ വേതനം എന്ന രീതിയിൽ ലഭിക്കുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നുണ്ട്. മൊത്തം എല്ലാ യൂണിറ്റിലും കൂടി 11 യൂണിറ്റിലും കൂടി 65 പേരാണ് ഇപ്പോൾ നിലവിൽ ജോലി ചെയ്തു വരുന്നുള്ളത്. ഇത് തുടങ്ങുന്ന സമയത്ത് പുത്തൂർ NRCCയിൽ നിന്നാണ് 5 ദിവസത്തെ ട്രെയിനിങ് ലഭിച്ചത്. അവിടുന്ന് ലഭിച്ച ആ പരിശീലനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് കശുവണ്ടി സംഭരിക്കുന്നതും അതിൻ്റെ പ്രോസസ്സിംഗ് എല്ലാം നടക്കുന്നതും. കശുവണ്ടിയുടെ ലഭ്യത ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിന്നാണ്. അപ്പോൾ ലോകോത്തര വിപണിയിൽ തന്നെ ഏറ്റവും നല്ല ഗുണനിലവാരമുള്ള കശുവണ്ടി കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലെ കശുവണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സാധ്യത എടുത്തുകൊണ്ടാണ് ഇവിടുത്തെ സ്ത്രീകൾക്ക് തന്നെ ഒരു വരുമാന മാർഗം കിട്ടത്തക്ക രീതിയിൽ ഒരു തൊഴിൽ ലഭിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇവിടെ ഇത് ആരംഭിക്കാനുള്ള ഒരു ലഭിച്ചത്. നമ്മളിപ്പോൾ ഈ സീസണിൽ മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിൽ കിട്ടുന്ന കശുവണ്ടി മൊത്തത്തിൽ നമുക്ക് ആവശ്യമുള്ളത് എത്രയാണെന്ന് വെച്ചാൽ അത്ര കിൻഡൽ കശുവണ്ടി നമ്മൾ സംഭരിച്ച് 4 ദിവസം നല്ല രീതിയിൽ വെയിലത്തിട്ട് ഉണക്കി ചണച്ചാക്കിൽ സൂക്ഷിച്ച് വെക്കും. കാറ്റൊന്നും കടക്കാതെ നല്ല രീതിയിൽ ഉണക്കി സൂക്ഷിച്ച് വെച്ചിട്ട് അത് 1 വർഷം വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതാണ് നമ്മൾ ഓരോ ദിവസം എടുത്ത് പ്രോസസ്സിങ് ചെയ്തിട്ട് ചെയ്യുന്നത്. കേരളത്തിന് അകത്താണ് മെയിനായിട്ടും നമ്മൾ ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ ഇങ്ങനെ കുടുംബശ്രീ മേളകളിലും അങ്ങനെയുള്ള മേളകളിലും മാത്രമാണ് പുറത്തായിട്ട് പോകുന്നത്. നമുക്കിതിൻ്റെ ഒരു ബ്രാൻഡ് നെയിം ഉണ്ട്, പറങ്കി നട്ട്സ് എന്നാണ് ഇതിൻ്റെ ബ്രാൻഡ് നെയിമായിട്ട് അറിയപ്പെടുന്നത്. കശുവണ്ടി പരിപ്പും പിന്നെ മാങ്ങ ജ്യൂസും ആക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ജ്യൂസ് ഒരു ലാഭകരമല്ലാത്ത രീതിയിലായതുകൊണ്ട് ഇപ്പോൾ അത് ഇല്ല. നമുക്കിപ്പോൾ തോട്ടണ്ടി ലഭിക്കുന്നതിൻ്റെ നമുക്ക് ലഭ്യത കുറവുണ്ട് കുറച്ച്. പിന്നെ അതിൻ്റെ വില നന്നായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വർഷം തോറും. അപ്പോൾ നമുക്കതിൻ്റെ അത്രയും നമുക്ക് ആവശ്യമുള്ളത്ര കശുവണ്ടി സംഭരിക്കാനുള്ള ഫണ്ട് നമുക്ക് ലഭിക്കുന്നില്ല.
രസകരമായ വെബ് സീരീസുകളും വാർത്തകളും കാണാൻ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ? എങ്കിൽ കാരവൽ മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.